ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വെറും 5 മിനിറ്റിൽ ഈസി ആയിട്ട് പരത്താണ്ടും കുഴക്കാണ്ടൊക്കെ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് കുഞ്ഞിതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കലക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുക. സാധാ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി, പച്ചപ്പാൽ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ലിക്വിഡ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബ്രെഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പിസ്സയുടെ ബേസ്. ഇനി നമുക്കിതൊരു ഹാഫ് അവറോളം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഗൈസ്, ഒന്ന് തണുപ്പാവട്ടെ. ഞാനിവിടെ ഓൾറെഡി പിസ്സ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിസ്സ സോസിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഈ ഒരു പിസ്സ സോസാണ് ഈ ഒരു പിസ്സയുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഗൈസ്. ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, പാൻ പോലെ. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് വേവിച്ച് കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലൊരു പാത്രം യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് അമർത്തിയിട്ടാണ് മറിച്ച് കൊടുക്കുന്നത്. ഇത് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കുക, സാവധാനം ചെയ്താൽ മതി. ഇനി അപ്പുറത്തെ സൈഡ് നമ്മളിപ്പോൾ വേവിക്കേണ്ട തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പിസ്സ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ പിസ്സയുടെ ബേസ് നന്നായിട്ടൊന്ന് ഫോർക്ക് യൂസ് ചെയ്തൊന്ന് കുത്തി കൊടുക്കാം. കുറച്ച് അധികം നേരം കുത്തണം, എന്നാലാണ് നമ്മുടെ പിസ്സ സോസ് അതിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മുടെ പിസ്സ സോസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിസ്സ സോസിൻ്റെ റെസിപ്പി വേണ്ടവരാണെങ്കിൽ എപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അടിപൊളി പിസ്സ സോസാണ്. പിസ്സ സോസിന് പകരം ടൊമാറ്റോ സോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിസ്സ സോസ് ഇട്ടാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. അത്യാവശ്യം നല്ല എരിവും മധുരവും അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒരു ലെയർ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മൊസറല്ല ചീസ് വന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ മൊസറല്ല ചീസ്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പിയും അതേപോലെ തന്നെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ മൊസറല്ല ചീസ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സവാളയും അതേപോലെ തന്നെ തക്കാളിയും കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഒരു വെജിറ്റബിൾ പിസ്സ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നോൺ വെജ് പിസ്സയുടെ ടേസ്റ്റൊക്കെ കിട്ടി, കിഡിലൻ ആയിരുന്നു. ഇനി കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ നൈസായി അരിഞ്ഞേക്കണ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത്, അതിനാണ് ചില്ലി ഫ്ലെക്സ് എന്ന് പറയുന്നത്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറും ചീസാണ്, മൊസറല്ല ചീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അമൂലിൻ്റെ ചീസൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറേ നമുക്ക് ഇടാം. അതങ്ങനെയാണെങ്കിൽ നമ്മൾ മുറിക്കുമ്പോൾ നല്ല രീതിക്ക് ചീസി ആയിട്ട് വലിയും. എൻ്റെ കയ്യിൽ അധികം ചീസി ആയിട്ട് വലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചീസ് കൂടുന്നവരും നമ്മുടെ ആ ഒരു വലിവൊക്കെ നന്നായിട്ട് കൂടും. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒറിഗാനോ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ ഇതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുരുമുളക് പൊടി ഒരു പിഞ്ച് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം, ഒരു ഡിസൈനിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഒറിഗാനോ ഇട്ടാലും കുഴപ്പമില്ല, ഏതിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴും സെയിം ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ്. ഇനി ഒരു പാൻ വെക്കാം. അതിൻ്റെ മേലെ നമ്മൾ എന്താ പറയുക, പിസ്സ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 3 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വരും. പിന്നെ ഒരു കുഞ്ഞ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു മിനി പിസ്സ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് പോലും എടുക്കില്ല, അത്ര എളുപ്പമായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഏത് കൊച്ചു കുട്ടികൾക്കും വേണമെങ്കിലും നമുക്ക് ഈ ഒരു പിസ്സ ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് സെർവ് ചെയ്യുന്നത് നമ്മുടെ പിസ്സ പ്ലേറ്റിലാണ്. ഓൾറെഡി എൻ്റെ ഉമ്മ പിസ്സ ഉണ്ടാക്കണതുകൊണ്ട് ഞാൻ പിസ്സ പ്ലേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിസ്സ കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കിഡിലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടും കിഡിലൻ ടേസ്റ്റാണ്. കൊതിമൂത്ത് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച പിസ്സ പോലും അപ്പത്തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.